Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 46. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. രാജേന്ദ്രൻ കാവൽ നിർത്തിയിരുന്ന ഗുണ്ടകളെല്ലാം അവശരായി നിലത്ത് കിടന്ന് പുളയുകയാണ്. രശ്മികയും ഭാരതി ചേച്ചിയും വിശ്വന്റെ അടുത്ത് തന്നെ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ നിൽപ്പുണ്ടെങ്കിലും വിശ്വന്റെയും പ്രദീപിന്റെയും സുധീഷിന്റെയും മനസ്സിൽ മറ്റൊരു ചോദ്യം നിറഞ്ഞു നിന്നിരുന്നു. കൊറ്റങ്കാവിൽ ഒരു സാധാരണക്കാരനെ പോലെ ഇത്രയും നാളും ജീവിച്ചിരുന്ന സെബാസ്റ്റ്യൻ സാറിനെ അടികൊണ്ട് കിടന്നിരുന്ന ഗുണ്ടകളിൽ ഒരുത്തൻ ഇടിക്കട്ട സെബാസ്റ്റ്യൻ എന്ന് വിളിച്ചതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്നതായിരുന്നു അവർ മൂന്നുപേരുടെയും മനസ്സിൽ നിറഞ്ഞ ചോദ്യം. അവരുടെ മുഖത്തെ ആ കൗതുകം മനസ്സിലാക്കിയിട്ടെന്നോണം ദേവൻ സെബാസ്റ്റ്യൻ സാറിനെ നോക്കി ചിരിച്ചു. എന്നിട്ട് അവരോടായി പറഞ്ഞു, ക്രിസ്റ്റിയെക്കുറിച്ച് അന്വേഷിക്കുന്ന കൂട്ടത്തില് ഞാൻ സെബാസ്റ്റ്യൻ സാറിന്റെ മുൻകാലത്തെ ജീവിതവും അറിഞ്ഞത്. കമ്പിളിത്തോട്ടിലെ കടപ്പേൽ തറവാട്ടിലെ ഈ സെബാസ്റ്റ്യൻ മാത്യു ഉണ്ടല്ലോ, അവിടത്തെ അറിയപ്പെടുന്ന ഒരു തല്ലുകൊള്ളിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു മിനി ഗുണ്ട. ദേവൻ പറഞ്ഞത് കേട്ട് സെബാസ്റ്റ്യൻ സാർ തല ചൊറിഞ്ഞുകൊണ്ട് ചിരിച്ചു. ആ ചിരിയിൽ പഴയ കുസൃതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അന്ന് കിട്ടിയ പേരാ ഈ ഇടിക്കട്ട സെബാസ്റ്റ്യൻ എന്നത്. സെബാസ്റ്റ്യൻ സാർ അത് പറയുമ്പോ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഇടിക്കട്ട കൊണ്ടുള്ള ഇടിയായിരുന്നു അച്ചായന്റെ മെയിൻ. ക്രിസ്റ്റി അത് ചിരിയോടെ പറഞ്ഞപ്പോ ദേവൻ അവനെ നോക്കി പുരികം ചൊളിച്ചു. നീയും ഒട്ടും മോശമല്ലെന്നാ അറിഞ്ഞത്. ക്രിസ്റ്റി ഇളിച്ചു കാട്ടി. നിലത്തിരുന്ന് വേദന കൊണ്ട് ഞരങ്ങുന്ന ഗുണ്ടകളെ നോക്കി വിശ്വൻ ചോദിച്ചു, അല്ല യുവന്മാർക്ക് എങ്ങനെയാ സെബാസ്റ്റ്യൻ സാറിന്റെ പരിചയം? സെബാസ്റ്റ്യൻ സാർ ഗുണ്ടകളെ ഒന്നുകൂടെ നോക്കി. താഴെ കിടന്നിരുന്ന ഒരുത്തൻ ഒന്നുകൂടി കൈകൂപ്പി. ഇവന്മാർ അവിടെയുള്ളവന്മാരാ, ആ ഗംഗാധരന്റെ തോട്ടത്തിൽ പണിയെടുക്കുന്നവന്മാര്. അത്യാവശ്യം തല്ലുകേസിന് അടിപിടിക്കുമൊക്കെ പോകുന്നവന്മാരായതുകൊണ്ട് എന്നെ അറിയാതിരിക്കില്ല. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞത് കേട്ടപ്പോ കാര്യം മനസ്സിലായതുപോലെ ദേവൻ തലകുലുക്കി. അപ്പോഴാണ് എന്തോ ഓർത്തതുപോലെ വിശ്വൻ രശ്മികയുടെ നേർക്ക് തിരിഞ്ഞത്. അവരുടെ മുഖത്ത് അപ്പോഴും ഭയം മാഞ്ഞിട്ടില്ലായിരുന്നു. രശ്മികെ, കുഞ്ഞെവിടെ? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആ ചോദ്യം കേട്ടതും അത്രയും നേരം അടക്കി പിടിച്ചിരുന്ന സങ്കടങ്ങളെല്ലാം അണ പൊട്ടിയൊഴുകുന്ന പുഴ പോലെ രശ്മികയുടെ കണ്ണുകളിലൂടെ പുറത്തേക്ക് വന്നു. അവൾ ഏങ്ങലടിച്ച് കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് വിശ്വനും ദേവനും ബാക്കിയുള്ളവരും കാര്യം മനസ്സിലാവാതെ പകപ്പോടെ അവളെ നോക്കി. വിശ്വനും ദേവനും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അടങ്ങാത്ത അവളുടെ കരച്ചിൽ കണ്ടപ്പോ എല്ലാവരിലും ആശയക്കുഴപ്പം നിറഞ്ഞു. ഒടുവിൽ അവളെ ചേർത്ത് പിടിച്ച് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഭാരതി ചേച്ചിയാണ് ആ സത്യം പറഞ്ഞത്. ഇച്ചുമോനെ ആ ദ്രോഹി രാജേന്ദ്രൻ ശ്രീനിലയത്തിൽ പിടിച്ചു വെച്ചേക്കോ ആവശ്യ? എന്തിന്? വിശ്വൻ ഒരു ഞെട്ടലോടെ ചോദിച്ചു. നിനക്കെതിരെ കൊടുത്ത പരാതി കള്ളമാണെന്ന് ഇവൾ ആരോടെങ്കിലും പറഞ്ഞ കൊച്ചിനെ കൊന്നു കളയുമെന്ന ആ നെറികെട്ടവും പറഞ്ഞിരിക്കുന്നേ. അതിന് രാജേന്ദ്രന് കൂട്ട് ആ ഗംഗാധരനും. അതുകൂടി കേട്ടതോടെ രശ്മികയുടെ സങ്കടം അടപൊട്ടി. അവൾ ഭാരതി ചേച്ചിയുടെ തോളിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു. സ്വന്തം കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണെന്ന് ആദി ആ അമ്മയെ തളർത്തിയിരുന്നു. ദേവൻ വിശ്വനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള വ്യക്തമായ സന്ദേശമുണ്ടായിരുന്നു. പരസ്പരം സംസാരിക്കാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയ വിശ്വൻ പ്രദീപിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ അല്പം ദൂരേക്ക് മാറി നിന്ന് അവൻ ആർക്കോ കോൾ ചെയ്തു. അവന്റെ മുഖഭാവം അപ്പോൾ ഗൗരവപൂർണമായിരുന്നു. വിശ്വൻ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ ദേവൻ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. ക്രിസ്റ്റി, ഗൗരിയും വൈശാഖിയും പേടിക്കണ്ട, ക്രിസ്റ്റി ഉറപ്പിച്ചു പറഞ്ഞു. അവർ സുരക്ഷിതരാണ്. ആരും പെട്ടെന്ന് സംശയിക്കാത്തൊരിടത്തേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് വിശ്വൻ തിരികെ എത്തി. എന്താണ് തീരുമാനമെന്നറിയാൻ ചോദ്യം നിറഞ്ഞ കണ്ണുകളോടെ ദേവൻ അവനെ നോക്കി. ഞാൻ നമ്മുടെ പ്രതാപനെ വിളിച്ച് കാര്യം പറഞ്ഞതാ, വിശ്വൻ എല്ലാവരോടുമായി പറഞ്ഞു. ഇപ്പോൾ തന്നെ ശ്രീനിലയത്തിൽ കയറി ആ രാജേന്ദ്രനെയും ഭാര്യയും ഗംഗാധരനെയും കസ്റ്റഡിയിലെടുക്കാനും കൊച്ചിനെ അവിടെ നിന്ന് രക്ഷിക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ദേവന്റെ നെറ്റ് ചൊളിഞ്ഞു. പക്ഷേ എടാ, അവരെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ പ്രശ്നമാകില്ലേ? സദാനന്ദനും അയാളുടെ കൂടെയുള്ളവർ ഇടപെടില്ലേ? അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടതെന്നാ പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം ആരും അറിയാത്ത മറ്റൊരിടത്തേക്ക് അവരെ മാറ്റാം. എല്ലാം കഴിഞ്ഞിട്ട് അറസ്റ്റും രേഖപ്പെടുത്താം. അവനോടത് പറഞ്ഞിട്ട് വിശ്വൻ രശ്മികയുടെ അടുത്തേക്ക് ചെന്നു. രശ്മിക പേടിക്കണ്ട, മോനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷിക്കും കേട്ടോ. അവനെ എന്റെ വീട്ടിലേക്ക്, എന്റെ അമ്മയുടെ അടുത്തേക്ക് ആക്കാൻ ഞാൻ പ്രതാപനോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ അവൻ സുരക്ഷിതനായിരിക്കും. വിശ്വന്റെ ആ വാക്കുകൾ രശ്മികയുടെ ഉള്ളിൽ കത്തി നിന്നിരുന്ന തീയിലേക്ക് ഒരു മഴ പോലെയാണ് പെയ്തിറങ്ങിയത്. മകൻ രാജേന്ദ്രന്റെ ക്രൂരമായ കൈകളിൽ നിന്നും രക്ഷപ്പെടുമെന്നറിഞ്ഞപ്പോ
അവളുടെ ശ്വാസം നേരെ വീണു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ വിശ്വനെ നോക്കി. വാക്കുകൾ കിട്ടാതെ അവൾ ഇരു കൈകളും കൂപ്പി. ആ കണ്ണുകളിൽ വിശ്വനോടുള്ള നന്ദിയും ആരാധനയും നിറഞ്ഞു നിന്നിരുന്നു. ഏയ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വിശ്വൻ അവളെ തടഞ്ഞു. എന്നിട്ട് ഒരു ചെറു ചിരിയോടെ പറഞ്ഞു, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇതൊക്കെ എന്റെ കടമകളല്ലേ. അവൻ ചിരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നെറ്റിയിൽ നിന്നും കവിളിലൂടെ ഒലിച്ചിറങ്ങി ഉണങ്ങിത്തുടങ്ങിയ ചോരപ്പാടുകൾ രശ്മികയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയ്യോ, സാറിന്റെ തല പൊട്ടിയിട്ടുണ്ടല്ലോ. അവൾ വേവലാതിയോടെ വിശ്വന്റെ അടുത്തേക്ക് നീങ്ങി. ഏയ്, ഇതൊന്നും കുഴപ്പമില്ലടോ. ഇതിനേക്കാൾ വലിയ അടിയൊക്കെ കിട്ടിയിട്ടുള്ള തലയായത്, അല്ലേടാ ദേവാ. വിശ്വൻ അത് നിസ്സാരമാക്കി. അതെ അതെ എന്ന് സമ്മതിക്കുന്ന കൂട്ടത്തിൽ ഇവൻ ഇമ്മാതിരി തമാശയൊക്കെ പറയുമോ എന്നൊരു ചോദ്യം കൂടി കണ്ണുകളിൽ നിറച്ചും കൊണ്ട് ദേവൻ വേഗത്തിൽ വിശ്വന്റെ അടുത്തേക്ക് ചെന്നു. മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവൻ ആ മുറിവ് പരിശോധിച്ചു. ചെറിയ പൊട്ടലുണ്ട്, ചോര നിൽക്കുന്നില്ല. തൽക്കാലം എന്തെങ്കിലും വെച്ച് മുറുക്കി കെട്ടാം. പോകും വഴി നമുക്ക് ആ ഡോക്ടർ ശ്രീജയുടെ വീട്ടിലൊന്ന് കയറാം. ദേവൻ ചുറ്റിനും ഒന്ന് നോക്കി. മുറിവ് കെട്ടാൻ പാകത്തിന് വൃത്തിയുള്ള തുണി അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് രശ്മിക തന്റെ തോളിൽ കിടന്നിരുന്ന ഷാൾ എടുത്തത്. ഇതെടുത്തോളൂ. അവൾ ആ ഷാൾ ദേവന് നേരെ നീട്ടി. ദേവനൊന്ന് സംശയിച്ചും കൊണ്ട് വിശ്വന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ മറുത്തൊന്നും പറയാതെ ആ ഷാൾ വാങ്ങി. രശ്മിയുടെ കണ്ണുകളിൽ തന്നെയും മകനെയും രക്ഷിച്ച വിശ്വനോടുള്ള കരുതലായിരുന്നു അപ്പോൾ. ദേവൻ ആ ഷാൾ കീറി വിശ്വന്റെ തലയിലെ മുറിവിന് മുകളിലായി ചുറ്റിക്കെട്ടി. ആ ഷാൾ തലയിൽ കെട്ടിക്കഴിഞ്ഞപ്പോ വിശ്വൻ തല മെല്ലെ ഒന്ന് കുലുക്കി നോക്കി. ഉള്ളിലുള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ലെന്ന് തോന്നുന്നു. അതിന് ഇതിനകത്ത് വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ. പറഞ്ഞതിനൊപ്പം ദേവൻ വിശ്വന്റെ തലയിൽ വിരലുകൊണ്ട് മെല്ലെ ഒന്ന് കൊട്ടി നോക്കുന്നത് കൂടി കണ്ടതോടെ എല്ലാ മുഖങ്ങളിലും ചിരി പൊട്ടി. ഇനിയിപ്പോ എന്താ നമ്മുടെ അടുത്ത പരിപാടി? മുറിവ് കെട്ടിക്കഴിഞ്ഞ് ദേവൻ ചോദിച്ചു. വിശ്വൻ പോക്കറ്റിൽ നിന്നും പതിവ് പോലെ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിച്ച് പുകച്ചുരുളുകൾ ഊതി വിട്ടുകൊണ്ട് തിളങ്ങുന്ന കണ്ണുകളോടെ പറഞ്ഞു, ഒരു പത്രസമ്മേളനം. പത്രസമ്മേളനോ? ദേവന്റെ ചോദ്യത്തിൽ അവിശ്വസനീയത നിഴലിച്ചു. അതെ. വിശ്വൻ ചുണ്ടിലിരുന്ന സിഗരറ്റിൽ നിന്നും ഒരു പുകച്ചുരുൾ മുകളിലേക്ക് ഊതിവിട്ടു. കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടാതിരിക്കാനും നാട്ടുകാർ സത്യം എളുപ്പത്തിൽ അറിയാനും അതാ ഏറ്റവും നല്ല വഴി. വെളുപ്പിന് തന്നെ അത് നടത്തണം. നമ്മുടെ പാർട്ടി ഓഫീസിൽ വെച്ച് മതി. അത് ലൈവ് പോവുകയും വേണം. ജനങ്ങൾ അത് നേരിട്ട് കാണണം. അവൻ പെട്ടെന്ന് പ്രദീപിന് നേരെ തിരിഞ്ഞു. ഇപ്പോ സമയം എന്തായി? പ്രദീപ് പോക്കറ്റിൽ നിന്നും മൊബൈൽ എടുത്ത് നോക്കി. സ്ക്രീനിലെ വെളിച്ചം അവന്റെ മുഖത്ത് തെളിഞ്ഞു. 4 മണി കഴിഞ്ഞു. സാധിക്കുമെങ്കിൽ കാലത്ത് 6 മണിക്ക് തന്നെ പത്രസമ്മേളനം നടക്കണം. വിശ്വൻ കണക്കുകൂട്ടലുകളോടെ ദേവനെ നോക്കി. ദേവാ, നീ ഇപ്പോൾ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം വിളിച്ചു പറയണം. ഇന്ന് വെളുപ്പിന് 6 മണിക്ക് കൊറ്റങ്കാവിലെ പാർട്ടി ഓഫീസിൽ വെച്ച് മുൻ മന്ത്രി വിശ്വനാഥൻ അടിയന്തരമായി ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നുവെന്ന്, കൂടെ ശ്രീനിലയത്തിലെ രശ്മിക ഉണ്ടാകുമെന്ന് പ്രത്യേകം പറയണം. വിശ്വൻ ഒരു നിമിഷം നിർത്തി എല്ലാവരെയും ഒന്ന് നോക്കി. മന്ത്രിക്കെതിരെ എന്തുകൊണ്ട് കള്ളപ്പരാതി കൊടുത്തു എന്ന് രശ്മിക തന്നെ മാധ്യമങ്ങളോട് പറയുന്നതായിരിക്കും. അത്രയും പറഞ്ഞിട്ട് വിശ്വൻ രശ്മികയുടെ മുഖത്തേക്ക് നോക്കി. ആ ഒരു ചോദ്യം അവന്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നു. പറയില്ലേ? പറയാം സാർ. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ തലയാട്ടി. കണ്ണീരുണങ്ങിയ ആ മുഖത്ത് അപ്പോൾ ഭയമായിരുന്നില്ല, മറിച്ച് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവളുടെ ധൈര്യമായിരുന്നു. ഇത് കഴിഞ്ഞ് മകനെ കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും ശരി, ഞാൻ സത്യം പറയുക തന്നെ ചെയ്യും. ഇനിയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് ഒന്നുറങ്ങണം. അവളുടെ വാക്കുകളിൽ കരിങ്കല്ലിനേക്കാൾ ഉറപ്പുള്ള നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വിശ്വന്റെ ചുണ്ടിൽ വാത്സല്യം നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യം വരില്ല രശ്മികേ. വിശ്വൻ അവളെ ആശ്വസിപ്പിച്ചു. സത്യം പറയുന്നവർക്ക് തെരുവിൽ കിടക്കേണ്ടി വരുന്ന നാടല്ല ഇത്. നിനക്കും മകനും ഒപ്പം ഉണ്ടാവുമെന്നത് ഇനി എന്റെ കൂടി കടമയാ. വിശ്വന്റെ ആ വാക്കുകൾ കേട്ട് ഭാരതി ചേച്ചിയും അരികിൽ നിന്നിരുന്ന ക്രിസ്റ്റിയും സെബാസ്റ്റ്യൻ സാറും സുധീഷും പ്രദീപും ആശ്വാസത്തോടെ പരസ്പരം നോക്കി. ദേവൻ വിശ്വന്റെ തൊട്ടടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്നു. അവളുടെയും കൊച്ചിന്റെയും കൂടെ ഇനിയൊന്നും ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണോ? ദേവന്റെ കുസൃതി ഒളിപ്പിച്ച കണ്ണുകളിലേക്ക് നോക്കി വിശ്വൻ കണ്ണുരുട്ടി. സിഗരറ്റ് കുറ്റിവെച്ചു കുത്തുഞ്ഞൻ മാറി ഒന്നും അടുത്തുനിന്ന്. ഒന്ന് മൂളിക്കൊണ്ട് ദേവൻ ചിരിച്ചു. അലക്ഷ്യമായിട്ടെന്നതുപോലെ വിശ്വന്റെ കണ്ണുകൾ ആ സമയം രശ്മികയെ തേടിച്ചെന്നു. വലിയൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തോടെ ഭാരതി ചേച്ചിയുടെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു രശ്മിക. പുറത്ത് ഇരുട്ടപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും സംഘർഷങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും ഒടുവിൽ പുതിയൊരു പുലരി പിറക്കാൻ തയ്യാറെടുക്കുകയാണ്.
ഇരുട്ടിന്റെ മറ നീക്കി സത്യം വെളിച്ചത്തേക്ക് വരാൻ പോകുന്നതിന്റെ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതിന്റെ ആശ്വാസം അവരുടെ എല്ലാ മുഖങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. വരാൻ പോകുന്ന പ്രഭാതം കൊറ്റങ്കാവിന്റെ ചരിത്രം മാറ്റി എഴുതുമെന്ന ഉറപ്പോടെ അവർ ആ പഴയ ബംഗ്ലാവിന്റെ പടികളിറങ്ങി. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്